Welcome to Karthik's Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം 6. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ശ്രാവണിയോടൊപ്പം ജഗത്തിന്റെ വീട്ടിലിരിക്കുമ്പോൾ കരയാനുള്ള കണ്ണീർ പോലും വറ്റിപ്പോയതുപോലെയായിരുന്നു മിലിയുടെ അവസ്ഥ. ജീവിതമാകെ നഷ്ടത്തിന്റെ കണക്കുകൾ നിരത്തിവശ വിധിക്ക് മുന്നിൽ ഇനിയൊരു പ്രതീക്ഷയില്ലാത്ത അവളുടെ നിർവികാരത നിറഞ്ഞ മരവിപ്പ് മാത്രം ബാക്കിയായി. കലങ്ങിച്ചുവന്ന കണ്ണുകളിൽ നിഴലിച്ച ശൂന്യതയും അനാഥത്വത്തിന്റെ ഭാരം പേറിയ നെടുവീർപ്പുകളും ജീവൻ മാത്രം ഇനിയും അവശേഷിച്ചിരിക്കുന്നു എന്ന സത്യം പങ്കുവച്ചു. ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്വാതന്ത്ര്യങ്ങളുമായി ശ്രാവണി ഒപ്പം ഇരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നുള്ള ശ്രാവണിയുടെ കുറച്ച് സുഹൃത്തുക്കൾ തൊട്ടടുത്തുള്ള കസേരകളിൽ അടക്കപ്പിടിച്ച സംസാരങ്ങളിൽ മുഴുകി. ദുഃഖം ഘനീഭവിച്ച അന്തരീക്ഷത്തിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ശ്രാവണിയുടെ ഫോൺ ശബ്ദിച്ചു. ജഗ്ഗു ആണ്. ഫോൺ എടുത്തു നോക്കിയ ശ്രാവണിയുടെ വാക്കുകൾ മിലിയിൽ പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അവളുടെ മനസ്സ് ഏതോ ഒറ്റപ്പെട്ട തുരുത്തിൽ അലയുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ബോഡി ഇവിടെ തന്നെ അടക്കണോ അതോ നാട്ടിലേക്ക് കൊണ്ടുപോകണോ എന്നാ ചോദിക്കുന്നേ. ആ ചോദ്യത്തിനും മിലിയിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവളുടെ കണ്ണുകളിലെ ശൂന്യത കണ്ട് നേരിയ ഭയത്തോടെയാണ് ശ്രാവണി അവളെ കുലുക്കി വിളിച്ചത്. മിലി! ചിന്തകളുടെ നൂൽപാലത്തിലൂടെ സ്വബോധത്തിനപ്പുറത്തുള്ള അന്ധകാരം തേടാൻ ശ്രമിക്കുന്ന അവളുടെ മനസ്സ് ഒരു പിടച്ചിലോടെ ബോധമണ്ഡലത്തിലേക്ക് തിരികെ എത്തി. എന്താ? മിഴിച്ച കണ്ണുകളോടെ അവൾ ശ്രാവണിയെ നോക്കി. എന്താ മോളെ നിനക്ക് പറ്റി? അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ശ്രാവണി ആർദ്രതയോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അവൾ തല വെട്ടിച്ചു. എന്താ ചേച്ചി ചോദിച്ചേ? രാകേഷിന്റെ ബോഡി ഇവിടെ തന്നെ അടക്കം ചെയ്യണോ അതോ നാട്ടിലേക്ക് കൊണ്ടുപോകണോ എന്നാ ജഗു ചോദിക്കുന്നേ. കത്തികൊണ്ടാരോ ഹൃദയത്തിൽ പോറിയതുപോലെ മിലിയുടെ മുഖം ചുളിഞ്ഞു. ഒരു മാത്ര കണ്ണടച്ച അവൾ മിഴികൾ തുറന്ന് ദീർഘമായി ഒന്ന് ശ്വസിച്ചു. നാട്ടിലേക്ക് കൊണ്ടുപോകണം ചേച്ചി. അവിടെ അച്ഛനെയും അമ്മയും ദയിപ്പിച്ച പറമ്പിൽ തന്നെ വേണം ഏട്ടനെയും ദയിപ്പിക്കാൻ. അവരുടെ ആത്മാക്കൾ ഒരു പക്ഷേ ഏട്ടനെയും കാത്ത് അവിടെയാണ് നിൽക്കുന്നതെങ്കിലോ? അർദ്ധബോധാവസ്ഥയിലുള്ള ഒരു സ്വപ്നാടനത്തിലാണ് അവളെന്ന് ശ്രാവണിക്ക് തോന്നി. അതുപോലെ പെറുക്കി വെച്ച മന്ത്രണങ്ങളായിരുന്നു അവളുടെ വാക്കുകൾ. അവളെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ശ്രാവണി ഫോൺ വീണ്ടും കാതിലേക്ക് അടുപ്പിച്ചു. ഏതാനും വാക്കുകളിൽ സംസാരം അവസാനിപ്പിച്ചിട്ട് അവൾ വീണ്ടും മിലിയെ നോക്കി. ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടുന്ന് പുറപ്പെടാന്നാ ജഗ്ഗു പറയുന്നേ. അങ്ങനെയാവുമ്പോ നാളെ കാലത്ത് നാട്ടിലേക്ക് എത്തുമല്ലോ. ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും വിളിച്ചു പറയാം. സനികയെ വിളിക്കണം. അവളുടെ കണ്ണുകൾ ഫോണിനായി പരതുന്നത് കണ്ടതും ശ്രാവണി തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. മിലിയ ഫോൺ വാങ്ങി സനികയെ വിളിക്കുന്നതും കാര്യം പറയുന്നതിനിടയിൽ കരയാൻ തുടങ്ങുന്നതും ഒടുവിൽ അതൊരു പൊട്ടിക്കരച്ചിലായി മാറിയതും കണ്ട് ശ്രാവണി അവളെ ചേർത്തു പിടിച്ചു. ഇന്ന് കാലത്ത് തോട്ടത്തിൽ മരിച്ചു കിടക്കുന്ന ഏട്ടനെ നേരിട്ട് കണ്ടപ്പോൾ മുതൽ മനസ്സ് തകർന്ന പോലൊരു വിഭ്രാന്തിയായിരുന്നു മിലി പ്രകടിപ്പിച്ചിരുന്നത്. ഒരു കരച്ചിലൂടെ ആ ഭാരം ഏറെക്കുറെ ഒഴുക്കിക്കളയാൻ കഴിഞ്ഞാൽ അത് അവളുടെ മനസ്സിന്റെ സമനില വീണ്ടെടുക്കാൻ അവളെ സഹായിക്കുമെന്ന ആശ്വാസമായിരുന്നു ശ്രാവണിക്കും. അന്ന് രാത്രി 7 മണി കഴിഞ്ഞപ്പോൾ രാകേഷിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കേരളത്തിലേക്കുള്ള യാത്ര തിരിച്ചു. ജഗ്ഗു ആംബുലൻസിലേക്ക് കയറിയപ്പോൾ അവന്റെ SUV-യിൽ ദിനൂപും ശ്രാവണിയും മിലിയും ASP നരേനും ആംബുലൻസിനെ അനുഗമിച്ചു. ആരാ രാകേഷിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. കോ ഡ്രൈവർ സീറ്റിലിരുന്ന് നരേൻ ദിനൂപിനോട് സംസാരിക്കുകയായിരുന്നു. ആദ്യം കരുതിയത് നഞ്ചപ്പയെ വധിച്ചതിന് അയാളുടെ ആൾക്കാർ പകരം വീട്ടിയതായിരിക്കും എന്നാണ്. പക്ഷേ കണ്ണുകൾ അടച്ച് പിന്നിലെ സീറ്റിൽ ചാരിക്കിടന്നുകൊണ്ട് ആ സംസാരം ശ്രദ്ധിക്കുകയായിരുന്ന മിലി ബാക്കി കേൾക്കാനുള്ള താല്പര്യത്തോടെ കണ്ണുകൾ തുറന്നു. ഇന്നലെ ആക്രമണം നടത്തിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെന്ന് സംശയിക്കുന്ന 2 പേരെ പിടിയിട്ടിട്ടുണ്ട്. അവർ പക്ഷെ ബംഗാളികളാണ്. അന്വേഷിച്ചപ്പോ കൊൽക്കത്തയിൽ അത്യാവശ്യം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള 2 പേര്. കൊൽക്കത്തയിൽ നിന്നുള്ളവരോ? തൊട്ടടുത്തിരുന്ന ശ്രാവണിയുടെ ആശ്ചര്യം നിറഞ്ഞ ചോദ്യം കേട്ട് മിലി തലചരിച്ച് അവളെ നോക്കി. അവളുടെ ചോദ്യം കേട്ട നരേനും പിറകിലേക്ക് തിരിഞ്ഞു. അതെ, അവരെ ചോദ്യം ചെയ്തു വരുന്നതേ ഉള്ളൂ. ഈ മരിച്ചുപോയ നഞ്ചപ്പിക്ക് കൊൽക്കത്തയിൽ കണക്ഷൻസ് ഒന്നുമില്ല. പിന്നെ എന്തിന് അവിടെ നിന്നുള്ളവർ രാകേഷിനെ കൊല്ലാൻ ഇവിടെ എത്തി എന്നുള്ളതാ കുഴപ്പിക്കുന്ന ചോദ്യം. ബാഗിനകത്ത് മടക്കി വെച്ചിരിക്കുന്ന ചുരിദാറിന്റെ പോക്കറ്റിൽ കിടക്കുന്ന കടലാസ് കഷ്ണത്തെപ്പറ്റി അപ്പോഴാണ് മിലി ഓർത്തത്. അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഏട്ടന്റെ കൊലപാതകത്തിലേക്കുള്ള ചൂണ്ടുവിരലായിരിക്കുമെന്ന തോന്നൽ അവളിൽ ശക്തിപ്പെട്ടു. പിന്നിലെ സീറ്റിലിരിക്കുന്ന ബാഗിലേക്ക് അവളൊന്ന് പാളി നോക്കി. കൊൽക്കത്തയിൽ നിന്നുള്ളവർ ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തു എന്ന് അറിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ജഗ്ഗുവിന്റെ പഴയ കേസ് അന്വേഷണോ. ശ്രാവണി അത് പറഞ്ഞപ്പോ നരേൻ തല കുലുക്കി. എക്സാക്ട്ലി, ഞങ്ങളും അതേക്കുറിച്ച് സംസാരിച്ചു.
കൊൽക്കത്തയിൽ നടന്ന അന്നത്തെ ആ മാൻ മിസ്സിംഗ് കേസുകളുമായി ഈ ഒരു സംഭവത്തിന് ബന്ധമുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. അതെ, ഞാനും അത് തന്നെ ആലോചിക്കുകയായിരുന്നു. ശ്രാവണിയും ചിന്താഭാരത്തോടെ പ്രതികരിച്ചു. ജഗ്ഗുവിന് വീണ്ടും ഇറങ്ങുമോ? എതിരെ വന്നൊരു ട്രക്കിന് കടന്നു പോകാൻ സൈഡ് ഒതുക്കുന്നതിനിടയിൽ ദിനൂപ് ചോദിച്ചതിന്റെ പ്രതിഫലനം ശ്രാവണിയുടെ മുഖത്തും തെളിഞ്ഞു. മിലി അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് നിശബ്ദയായി ഇരുന്നതേ ഉള്ളൂ. ഏയ്, അതിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നരേൻ പറഞ്ഞു. ഒരുപക്ഷേ അൺഒഫീഷ്യലായിട്ട് അവൻ അന്വേഷിച്ചേക്കാം. അങ്ങനെയാകുമ്പോ അല്പം സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ആരും ഇടങ്കോലിടാൻ വരില്ലല്ലോ. പക്ഷെ നരേൻ, കേട്ടിടത്തോളം ഇതിപ്പോ കൂടുതൽ അപകടം പിടിച്ചൊരു കേസായിട്ട് വരികയില്ലേ? അപ്പൊ ഫോഴ്സിന്റെ പിൻബലമില്ലാതെ ഇറങ്ങിയ എന്താകും? അതിപ്പോ ജഗ്ഗുവിന്റെ സ്വഭാവം തനിക്കും അറിയാവുന്നല്ലേ ശ്രാവി. അവനോട് ആര് പറഞ്ഞാൽ കേൾക്കാനാ? പ്രത്യേകിച്ചും ഇപ്പോൾ ഇതിൽ മിലി കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അവനെന്തോ താല്പര്യം കൂടുതലാണെന്ന് തോന്നുന്നു. തൊട്ടടുത്തിരുന്ന ശ്രാവണിയുടെയും വണ്ടി ഓടിക്കുകയായിരുന്ന ദിനൂപിന്റെയും നോട്ടം തന്നിലേക്ക് വീഴുന്നത് ശ്രദ്ധിച്ച മിലി അസ്വസ്ഥതയുടെ കണ്ണുകൾ അടച്ചു. ആ മിലി, രാകേഷ് ഇന്നലെ രാത്രി തോട്ടത്തിൽ വെച്ചേ തന്റെ കയ്യിൽ ഒരു കടലാസ് കഷ്ണം ഏൽപ്പിച്ച കാര്യം ജഗ്ഗു പറഞ്ഞല്ലോ, അത് കയ്യിലുണ്ടോ? നരേന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ മിലി നടുങ്ങി കണ്ണുകൾ തുറന്നു. ഉണ്ട്. അവൾ വെക്കി. കാണട്ടെ. നരേൻ പിന്നിലേക്ക് കൈ നീട്ടി. മിലി പുറകിലിരുന്ന ബാഗ് എടുത്ത് മടിയിലേക്ക് വെച്ച് അതിൽ നിന്നും തലേദിവസം ഇട്ടിരുന്ന ചുരിദാർ വലിച്ചെടുത്തു. അതിന്റെ പോക്കറ്റിൽ ചുരുട്ടിക്കൂട്ടി വെച്ചിരുന്ന കടലാസ് കഷ്ണം അവൾ നരേന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. വണ്ടിക്കകത്തെ ലൈറ്റ് തെളിച്ചതിന് ശേഷം ആ കടലാസ് കഷ്ണം നിവർത്തി നോക്കി അയാളുടെ മുഖം ചുളിഞ്ഞു. ഇത് കീറിപ്പോയിരിക്കുകയാണല്ലോ. നരേന്റെ ചോദ്യത്തിൽ നിരാശ നിറഞ്ഞിരുന്നു. അയ്യോ, കീറിപ്പോയോ? തലേ ദിവസത്തെ കാര്യം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മിലി പറഞ്ഞു. അത് വലിയൊരു കടലാസ് മുഴുവനായിട്ട് ഉണ്ടായിരുന്നതാ. ഇനി ചിലപ്പോ ഇന്നലത്തെ ആ പ്രശ്നങ്ങൾക്കിടയിൽ കീറിപ്പോയതാവും. ശ്രാവണി പറഞ്ഞു. ശേ. നരേൻ ഈർഷയോടെ തലകുടഞ്ഞിട്ട് വീണ്ടും അവശേഷിച്ചിരുന്ന ആ കടലാസ് കഷ്ണത്തിലേക്ക് നോക്കി. 4-5 പേരുകൾ കാണുന്നുണ്ട്, ചില നമ്പറുകളും. കണ്ടിട്ട് പാസ്പോർട്ട് നമ്പറുകളാണെന്ന് തോന്നുന്നു. പിന്നെ അയാൾ പറഞ്ഞു വന്നത് നിർത്തിയിട്ട് ആ കടലാസിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഏതോ ഒരു സിൽവ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതിനടിയിലായി സോം എന്നും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ബാക്കി ഭാഗങ്ങൾ കീറിപ്പോയേക്കുക. എന്ത് കഷ്ടമാണെന്ന് നോക്കേ. നരേ നിരാശയോടെ വണ്ടിയുടെ ഡാഷ്ബോർഡിലൊന്ന് അടിച്ചു. ആ സമയത്തായിരുന്നു എസ്യുയുടെ പിന്നിൽ നിന്നും കയറ്റം കയറി വന്നൊരു വാൻ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് കയറാൻ ശ്രമിച്ചത്. ദിനൂപ് വണ്ടി ഒതുക്കി കൊടുത്തു. ഓവർടേക്ക് ചെയ്ത് കയറി വന്ന വാൻ ഇടതുവശത്തേക്കുള്ള താഴ്ചയിലേക്ക് SUV-യെ മറിച്ചിടാൻ ശ്രമിക്കും പോലെ വണ്ടിയുടെ വലതുവശത്ത് വന്ന ശക്തിയിലൊന്ന് ഉരഞ്ഞു. ദിനൂപിന്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. വണ്ടി റോഡിൽ ഉരഞ്ഞ് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു ഉരച്ചിലോടെ നിന്നു. ശക്തിയോടെ പരസ്പരം ഉരഞ്ഞ SUV-യുടെയും വാനിന്റെയും വശങ്ങളിൽ നിന്നും തീപ്പൊരികൾ ചിതറി. പാൻസിന്റെ പോക്കറ്റിൽ നിന്നും തോക്ക് വലിച്ചെടുത്ത നരേൻ ഇടതുവശത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഇടതുവശത്തേക്ക് മറിയാൻ പോകും പോലെ ആടിക്കൊണ്ടിരുന്ന SUV-യുടെ ആ വശത്ത് കാലുകുത്തിയ നരേന് കീഴിൽ അപ്പോൾ നിലമുണ്ടായിരുന്നില്ല. ആ അപകടത്തിന് ശേഷമായിരുന്നു ASP നരേൻ വിശ്വനാഥൻ കോമയിലായിപ്പോയത്. സർവമതനന്റെ പെട്ടെന്നുള്ള ചോദ്യം ഭൂതകാലത്തിന്റെ ചുഴിയിൽ നിന്നും ശ്രാവണിയെ വർത്തമാനകാലത്തിലേക്ക് ഉയർത്തിയെടുത്തിട്ടെങ്കിലും അന്നത്തെ രാത്രിയിൽ SUV-യുടെ പിറകിലെ സീറ്റിൽ വിറങ്ങലിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് അപ്പോഴും വെളിയിൽ കിടക്കാനാവാതിരുന്ന അവരുടെ മനസ്സ് ആ ചോദ്യം മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുത്തു. മിഴിച്ച നോട്ടവും ചലനമറ്റ കൃഷ്ണമണികളും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി കൊടുത്തതോടെ ദിനൂപ് അവളുടെ തോളിൽ മെല്ലെ ഒന്ന് തട്ടി. ഞെട്ടി ഉണർന്നതുപോലെ അവൾ സർവമതനനെ തുറച്ചു നോക്കി. കാലുകൾ രണ്ടും കസേരയിലേക്ക് കയറ്റിവെച്ച് കണ്ണുകളും അടച്ച് ചാരി കിടക്കുകയായിരുന്നു അയാൾ. അല്ല സാർ, അത് 2 മാസം മുന്നേ ബീഹാറിൽ വെച്ച് നടന്ന ഒരു ആക്സിഡന്റിൽ പെട്ടതായിരുന്നു. ശ്രാവണി മറുപടി പറയാൻ വൈകിയപ്പോ ദിനൂപ് കയറി ഇടപെട്ടു. ബീഹാറിൽ വെച്ചോ? അത്രയും നേരം അവരുടെ വിവരണങ്ങൾ ആസ്വദിക്കുകയായിരുന്ന സർവമതനൻ ആശ്ചര്യത്തോടെ കണ്ണുകൾ തുറന്നു. അതെ സാർ, ദിനൂപ് പറഞ്ഞു. നരേൻ കോമയിലാണെന്ന കാര്യം സാർ എങ്ങനെ അറിഞ്ഞു? ഡിപ്പാർട്ട്മെന്റ് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത്. സർവമതനൻ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് ശ്രാവണി ആശങ്കയോടെ ദിനൂപിനെ നോക്കി. ദിനൂപ് അവളെ നോക്കി കണ്ണിറുക്കി ഊറിച്ചിരിച്ചതേയുള്ളൂ. നീണ്ടു നിന്ന ചിരിക്കൊടുവിൽ കണ്ണുകൾ ചുരുക്കി പുറത്തേക്ക് വിരൽ ചൂണ്ടി സർവമതനൻ ചോദിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ വാതിലിന് പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചായിരുന്നോ? യെസ്. ദിനൂപ് അതിന് മറുപടി പറയുകയും ശ്രാവണി തലവുലുക്കുകയും ചെയ്തു. എന്തായിരുന്നു അത്? ചുരുങ്ങിയ കണ്ണുകൾ കൊണ്ട് സർവമതനൻ ദിനൂപിനെയും ശ്രാവണിയെയും വളർന്നുകൊണ്ടിരുന്നു. ചലഞ്ചസ് ഇൻ എനി ഇൻവെസ്റ്റിഗേഷൻ ഇസ് ആൾവേസ് ഫൺ.
സർവമതനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ശ്രാവണി മറുപടി പറഞ്ഞത്. ആ മറുപടിയിൽ തൃപ്തി പോരാഞ്ഞിട്ടെന്നോണം അയാളുടെ കണ്ണുകൾ അപ്പോഴും ചുരുങ്ങിത്തന്നെ ഇരുന്നു. ബാക്കി ചോദ്യത്തോടൊപ്പം അയാൾ ആകാംക്ഷയോടെ കണ്ണുകൾ ചുഴറ്റി. ഡിറ്റക്റ്റീവ് സർവമതനൻ. ദിനൂപ് ബാക്കി കൂടി പൂരിപ്പിച്ചു കൊടുത്തു. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഡിറ്റക്റ്റീവ് സർവമതനൻ. എന്തും കണ്ടുപിടിക്കുന്നവൻ, വെല്ലുവിളികളിൽ രസം കണ്ടെത്തുന്നവൻ. എനിക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? മദനൻ ദിനൂപിനെ നോക്കി ഒന്നുകൂടി ചോദിച്ചു. ശരിയല്ലേ? എന്നിട്ടും നരേനെ കിടത്തിക്കളഞ്ഞ ആക്സിഡന്റ് സംഭവിച്ചത് ബീഹാറിൽ വെച്ചാണെന്ന കാര്യം സാർ അറിഞ്ഞില്ല? മദനന്റെ ഓവർ ആക്ടിങ് ഇഷ്ടപ്പെടാതിരുന്ന ശ്രാവണി അയാളെ ഒന്ന് കൊച്ചാക്കാൻ ശ്രമിച്ചതായിരുന്നു അത്. അല്പനേരം കണ്ണുകൾ കൂർപ്പിച്ച് അവളെ നോക്കിയിരുന്നതിന് ശേഷം സർവമദനൻ വീണ്ടും ഉറക്കെ പൊട്ടിച്ചിരിച്ചു. യെസ്, യു സെഡ് ഇറ്റ്. എല്ലാം അറിയാൻ നമ്മളാരും ദൈവങ്ങളല്ലല്ലോ ശ്രാവണി. അവളെ ചുഴിഞ്ഞൊന്ന് നോക്കിയിട്ട് മദനൻ ചോദിച്ചു. അയാൾ എന്തിനാ ബീഹാറിൽ പോയത്? അറിയില്ല സാർ. ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് മാത്രം അറിയാം. പക്ഷെ അതിന് ഈ സംഭവമായിട്ട് ബന്ധമൊന്നുമില്ല. എങ്കില് ബാക്കി പറയൂ. പഴയതുപോലെ അയാൾ കസേരയിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചതും ഒരു ദീർഘനിശ്വാസത്തോടെ ദിരൂപിനെ നോക്കിയിട്ട് ശ്രാവണി വീണ്ടും പറഞ്ഞു തുടങ്ങി. SUV-യുടെ തുറന്ന വാതിലിലൂടെ താഴേക്ക് പതിക്കുന്ന നരേനെ കണ്ട് ശ്രാവണിയും മിലിയും ഉറക്കെ അലറിക്കരഞ്ഞു. എന്നാൽ ഇടതുവശത്തെ നിലയില്ലാത്ത ഇടത്തിലേക്ക് വീഴും മുന്നേ ഭാഗ്യത്തിന് അവന് SUV-യുടെ താഴത്തെ തട്ടിൽ പിടുത്തം കിട്ടി. അവന്റെ ആ ഭാരത്തിൽ SUV ഒന്നുകൂടി ആടി ഉലഞ്ഞു. പുറകോട്ടെടുത്ത വാൻ SUV-യെ താഴേക്ക് ഇടിച്ചിടാനെന്നോണം വീണ്ടും ഇരച്ചെത്തി. ഇരുട്ടിൽ നിന്നും ഒരു വെടി പൊട്ടി. വാനിന്റെ ചില്ലുകൾ തകർന്നു. ലക്ഷ്യം തെറ്റി വലതുവശത്തേക്ക് പാളിപ്പോയ വാൻ മുകളിലേക്ക് പോകുന്ന തേയിലത്തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി നിന്നു. മിലി കാതുകൾ പൊത്തി മുഖം വെട്ടിത്തിരിച്ചു. മുടി പറ്റെ വെട്ടി ഒരു തലയും കട്ടിമീശയും ഇരുളിലൂടെ ഓടിയെടുക്കുന്നത് തോക്കുതുപ്പിയ തീയുടെ ആ വെളിച്ചത്തിൽ അവൾ കണ്ടു. ജഗ്ഗു. അവളുടെ ചുണ്ടുകൾ ആശ്വാസത്താൽ വിടർന്നു. ഓടി വരുന്നവന്റെ കയ്യിലിരുന്ന് തോക്ക് വീണ്ടും ഗർജിച്ചു. വാനിൽ നിന്നും ആരൊക്കെയോ കുറെ പേർ ചാടി ഇറങ്ങി ഇരുട്ടിന്റെ മറവ് പറ്റി തേയിലത്തോട്ടത്തിലൂടെ മുകളിലേക്ക് ഓടി മറഞ്ഞു. ദിനൂപ് ആ സമയം നരേനെ SUV-യുടെ അകത്തേക്ക് വലിച്ചുപൊക്കി കയറ്റുകയായിരുന്നു. പിന്നിൽ നിന്നും കയറ്റിച്ചുകൊണ്ട് ശ്രാവണിയും അവനെ സഹായിച്ചു. മുകളിലേക്ക് പിടിച്ചു കയറി SUV-യുടെ സീറ്റിലേക്ക് ചാരിയിരുന്നിട്ട് നരേൻ കിതച്ചുകൊണ്ട് ചിരിച്ചു. അടുത്തേക്കെത്തിയ ജഗ്ഗു ദിനൂപിന്റെ വശത്തെ ഡോർ തുറന്നു. ദിനു, നീ പോയി ആംബുലൻസിൽ കയറിക്കോ, വണ്ടി ഇനി ഞാനെടുത്തോളാം. ജഗ്ഗു പറഞ്ഞതിന് മറുത്തൊരക്ഷരം പറയാതെ ദിനൂപ് വണ്ടിയിൽ നിന്നും ഇറങ്ങി വളവിനപ്പുറം കിടക്കുന്ന ആംബുലൻസിന് നേർക്ക് നടന്നു. നരേൻ, നിന്റെ കയ്യിൽ തോക്കില്ലേ? ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നിട്ട് ജഗ്ഗു ചോദിച്ചു. ഓ യെസ്, ഉണ്ട്. പാന്റിന്റെ പോക്കറ്റിൽ നിന്നും നരൻ ഒരു ബെറേറ്റ 9mm പോലീസ് പിസ്റ്റൾ എടുത്ത് കാട്ടി. അത് നിന്റെ സർവീസ് പിസ്റ്റൾ അല്ലേ? അതെ. അത് വേണ്ട. ജഗ്ഗു പോക്കറ്റിൽ നിന്നും ഒരു റഷ്യൻ നിർമ്മിത മാർക്കോവ് പിസ്റ്റൾ എടുത്ത് നരേനെ നേർക്ക് നീട്ടി. നീ ഇതുമായിട്ട് പുറകിലേക്ക് കയറിക്കോ, ഞാൻ വണ്ടി മുന്നോട്ടെടുക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജഗ്ഗു അത് 4 വീൽ ഡ്രൈവിലേക്ക് ആക്കിയിട്ട് ആക്സിലേറ്ററിൽ കാലമർത്തി. ആ ബ്ലാക്ക് ടയോട്ട ഫോർച്യൂണർ മുരണ്ടും കൊണ്ട് ആ ചെരുവിൽ നിന്നും റോഡിലേക്ക് മെല്ലെ കയറി നിന്നു. ജഗ്ഗു കൊടുത്ത പിസ്റ്റളുമായി നരേൻ മുൻസീറ്റിൽ നിന്നും ചാടി ഇറങ്ങി. പിന്നിലേക്ക് ഒരു കണ്ണ് വേണം, ഇനിയും ആരെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ബോസ്. ജഗ്ഗുവിന്റെ നിർദ്ദേശം കേട്ട് തലകുലുക്കിക്കൊണ്ട് നരേൻ വണ്ടിയുടെ പിന്നിലെ ഡോർ തുറന്നു. മിലു, നീ ഇങ്ങ് പോര്, ഇവിടെ എൻ്റെ അടുത്തിരുന്നാ മതി. ജഗ്ഗുവിന്റെ മിലു എന്ന വിളിയിൽ അവളൊന്ന് പകച്ചു. ശ്രാവണി അവളെ നോക്കി അർത്ഥം വെച്ച് ചിരിച്ചിട്ട് പറഞ്ഞു, ചെല്ല് ചെല്ല്. ഒട്ടൊരു ആശങ്കയോടെയും അതിലേറെ ആശ്വാസത്തോടെയും അതിനുമപ്പുറം ഒരു സുരക്ഷിതത്വത്തോടെയും മിലി സീറ്റുകൾക്കിടയിലൂടെ മുൻവശത്തെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. പിന്നിലെ സീറ്റിലേക്ക് കയറിയിരുന്നിട്ട് ഡോർ അടച്ച ശേഷം നരേൻ പറഞ്ഞു, പോകാം. കയ്യെത്തിച്ച് മിലിയുടെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ജഗ്ഗുവളുടെ കവളിൽ അരുമയോടൊന്ന് കിള്ളി. പേടിച്ചുപോയോ നീ? വിളറിപ്പോയി മിലിയുടെ മുഖം. മറുപടി ഇല്ലാതെ ഉമിനീരിറക്കി അവൾ ഇരുന്നപ്പോ പിന്നിൽ നിന്നും അടക്കിപ്പിടിച്ചൊരു ചിരി ഉയർന്നു. എന്നാലും രാകേഷ് മരിച്ചു കഴിഞ്ഞിട്ടും ഇവന്മാര് നമ്മളെ പിന്തുടരുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നിലിരുന്ന് നരേൻ പറഞ്ഞത് കേട്ട് ജഗ്ഗു അവനെ റിയർവ്യൂ മിററിലൂടെ നോക്കി. രാകേഷിനെ അല്ല നരേൻ അവന്മാർ പിന്തുടരുന്നത്. പിന്നെ? ശ്രാവണിയുടെ ചോദ്യത്തിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു. മിലുവിനെയാണ് അവർ പിന്തുടരുന്നത്. പങ്കുവെക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ രാകേഷ് ഇവൾക്ക് കൈമാറിയിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു എന്ന് വേണം കരുതുവാൻ. യെസ് യെസ്, യു ആർ കറക്റ്റ്. നരേനും ജഗ്ഗുവിന്റെ വാക്കുകൾ ശരിവെച്ചു.
അണഞ്ഞുപോയിരുന്ന ഫോഗ് ലാമ്പുകൾ ജഗ്ഗു വീണ്ടും ഓണാക്കി. മഞ്ഞിൽ വെളിച്ചത്തിന്റെ ദ്വാരങ്ങൾ തീർത്തുകൊണ്ട് അവ മുന്നിലെ കാഴ്ചകളിലേക്ക് തെളിഞ്ഞു. ഒന്നുകൂടി ഇരപ്പിച്ചതിന് ശേഷം ജഗ്ഗു വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ പിന്നിലെയും വശങ്ങളിലെയും ഇരുട്ടിൽ നിന്നും ഇനിയും അജ്ഞാതരായ ശത്രുക്കളാരെങ്കിലും ചാടി വീഴുമോ എന്ന ഭയത്തോടെ മിലി കൈ എത്തിച്ച് അവന്റെ കോട്ടിന്റെ തുമ്പിൽ മുറുക്കെ പിടിച്ചു. തുടരും. മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്